ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു സവാളയുടെ ആവശ്യമുള്ളൂ. ഒരു സവാള, തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പകുതി മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ മൂന്നും ഞാൻ അരിഞ്ഞ് നമ്മുടെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഇത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത് ഗരം മസാലയാണ്, ഇത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല. ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ, ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇത് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒന്ന് പുരട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞവടി കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് ഞവടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മതി. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതൊരു 2-3 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആകും. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. വെള്ളം നിങ്ങൾ വയ്ക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അത് കഴിയുമ്പം ഓഫ് ചെയ്യുക. ഞങ്ങൾക്കിവിടെ തേങ്ങാപ്പാൽ കൂടെ ചേർത്താണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ലാസ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഓക്കെ, നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കാവേ. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് കറിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറിയായത്. ചെറുതായിട്ടൊരു തിളയൊന്ന് കയറട്ടെ. പിന്നെ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം, വേണമെങ്കിൽ ഉപ്പ് ചേർത്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എടുത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. ഓക്കെ, അപ്പം മുട്ടക്കറി നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് എനിക്ക് കറിവേപ്പില ഇല്ല, എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, സിമ്പിൾ മുട്ടക്കറിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ആഡംബരമായിട്ടൊന്നും ചെയ്ത മുട്ടക്കറിയല്ല, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു കുക്കറിൽ തയ്യാറാക്കാവുന്ന മുട്ടക്കറിയാണ്. താങ്ക് യു.